ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഷവോമിയെക്കുറിച്ചാണ്. ടെക് ലോകത്ത് പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ച് ആപ്പിളിനെയും സാംസങ്ങിനെയും പോലുള്ള വമ്പന്മാരെ വിറപ്പിച്ച ഒരു കമ്പനി. എങ്ങനെയാണ് അവരത് സാധിച്ചത്? ആ ഒരു അവിശ്വസനീയമായ കഥയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ എങ്ങനെയാണ് 2010 തുടങ്ങിയൊരു സ്റ്റാർട്ടപ്പ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളിൽ ഒരാളായി മാറിയത്? അതും ആപ്പിളിനെയും സാംസങ്ങിനെയും പോലുള്ള ഭീമന്മാരുള്ളൊരു മാർക്കറ്റില്. എന്തായിരുന്നു അവരുടെ ആ സീക്രട്ട് സോസ്? വാ നമുക്കതൊന്ന് കണ്ടുപിടിക്കാം. ഇതറിയണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് പുറകോട്ടു പോകണം, ഏകദേശം 2010കളിലേക്ക്. അന്ന് സ്മാർട്ട് ഫോൺ ലോകമെന്ന് പറയുന്നത് ഇന്നത്തേതുപോലെയായിരുന്നില്ല. ശരിക്കും അതൊരു ഭീമന്മാരുടെ കഴിസ്ഥലം തന്നെയായിരുന്നു. അതായത് മാർക്കറ്റ് അടക്കി ഭരിച്ചിരുന്നത് വിരലിലെണ്ണാവുന്ന കുറച്ചു പേരുകളാണ്, പ്രധാനമായും ആപ്പിളും സാംസങ്ങും. അന്ന് നമ്മുടെയൊക്കെ ധാരണ എന്തായിരുന്നു? നല്ല കിടിലൻ ഫീച്ചേഴ്സുള്ളൊരു ഫോൺ വേണോ? എന്നാൽ നല്ല കാശ് കൊടുക്കണം, ക്വാളിറ്റിക്ക് വില കൂടുതലാണ് എന്നതായിരുന്നു അലിഖിത നിയമം. പുതിയ ടെക്നോളജിയൊക്കെ വരുന്നത് അവരുടെ ഏറ്റവും വില കൂടിയ ഫ്ളാഗ്ഷിപ്പ് ഫോണുകളിൽ മാത്രമായിരുന്നു. കൃത്യം ഈയൊരു സാഹചര്യത്തിലേക്കാണ് ഷൗമിയുടെ സ്ഥാപകനായ ലീ ജുൻ ഒരു പുതിയ ചിന്തയുമായി വരുന്നത്. അദ്ദേഹത്തിന്റെ ഫിലോസഫി വളരെ സിമ്പിളായിരുന്നു. ഹൈ ക്വാളിറ്റി ടെക്നോളജിക്ക് വലിയ വില കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് അന്നത്തെ മാർക്കറ്റ് കണ്ടീഷനെ നേരെ ചൊവ്വെ വെല്ലുവിളിക്കുന്ന ഒരാശയമായിരുന്നു. അപ്പോ ഈ ഒരു ഐഡിയ വെച്ചുകൊണ്ട് ഷവോമി എങ്ങനെയാണ് മാർക്കറ്റിലേക്ക് വന്നത്? ചൈനയുടെ ആപ്പിൾ എന്ന് വിളിപ്പേർ വീണ ആ വരവ് ശരിക്കും ഒരു ഒന്നൊന്നര വരവായിരുന്നു. നമുക്ക് നോക്കാം. ഈ കണക്കുകളിലേക്കൊന്ന് നോക്കൂ. ഇത് 2014ലെയാണ്. സാംസങ്, ആപ്പിൾ, ലെനോവോ, വാവേ ഈ ഭീമന്മാരുടെ ഇടയിലേക്ക് 5ാം സ്ഥാനത്ത് ഒരു പുതിയ പേര്, ഷവോമി. ഓർക്കണം, കമ്പനി തുടങ്ങിയിട്ട് വെറും 4 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഇത് കണ്ടപ്പോൾ ടെക് ലോകം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അവരുടെ വളർച്ചയുടെ വേഗത മനസ്സിലാക്കാൻ ഈ ചാർട്ട് നോക്കിയാൽ മതി. 2013ൽ വെറും 1.9% മാർക്കറ്റ് ഷെയർ. തൊട്ടടുത്ത വർഷം 2014 ആയപ്പോഴേക്കും അത് 5.3%ആയി കുതിച്ചുയർന്നു. ഇതൊരു പടിപടിയായുള്ള വളർച്ചയായിരുന്നില്ല, ശരിക്കും ഒരു റോക്കറ്റ് വിട്ട പോലെയായിരുന്നു. വിപണി വിഹിതം മാത്രമല്ല, അവരുടെ മൂല്യവും ആകാശത്തോളം ഉയർന്നു. 2014 അവസാനിക്കുമ്പോൾ ഷവോമിയുടെ വാല്യുവേഷൻ എത്രയായിരുന്നു എന്നറിയാമോ? $45 ബില്യൺ. അതായത് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള സ്വകാര്യ ടെക് കമ്പനികളിലൊന്നായി വെറും 4 വർഷം കൊണ്ട് അവർ മാറി. അതോടെ ഷവോമി ഒരു ചെറിയ കളിക്കാരനല്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പോ വീണ്ടും ആ ചോദ്യത്തിലേക്ക് വരാം. എങ്ങനെയാണ് ഷവോമിക്ക് ഇത് സാധിച്ചത്? അവരുടെ ആ ഇന്നൊവേറ്റീവ് ബിസിനസ് മോഡലിന്റെ ഉള്ളറകളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഇതാണ് അവരുടെ ആ സീക്രട്ട് സോസ്. അവരുടെ ബിസിനസ് രീതിക്ക് പ്രധാനമായും 3 ഭാഗങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തേത് ലീൻ ഓൺലൈൻ മാർക്കറ്റിംഗ്. അതായത് ടിവിയിലും പത്രത്തിലുമൊന്നും പരസ്യം കൊടുക്കാൻ അവർ നിന്നില്ല. വലിയ ഷോറൂമുകളും ഉണ്ടായിരുന്നില്ല. എല്ലാം ഓൺലൈൻ വഴി മാത്രം. അപ്പോൾ ആ ഒരു ഭീമമായ ചെലവ് അവർക്കൊഴിവായി. രണ്ടാമത്തെ പോയിന്റ് ജസ്റ്റ് ഇൻ ടൈം പ്രൊഡക്ഷൻ. ഡിമാൻഡ് എത്രയാണോ അതനുസരിച്ച് ചെറിയ ബാച്ചുകളായി ഫോണുണ്ടാക്കും. ആയിരക്കണക്കിന് ഫോണുകൾ ഉണ്ടാക്കി കെട്ടിക്കിടക്കുന്ന നഷ്ടം അവർക്കില്ല. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, ഫോൺ വിറ്റ് ലാഭമുണ്ടാക്കുക എന്നതായിരുന്നില്ല അവരുടെ ലക്ഷ്യം. ഫോണുകൾ ഏകദേശം മുടക്കുമുതലിന് തന്നെ വിറ്റു. എന്നിട്ട് ലാഭമുണ്ടാക്കിയത് സർവീസുകളിൽ നിന്നും മറ്റ് ആപ്പുകളിൽ നിന്നും. ഈ 3 കാര്യങ്ങളും ചേർന്നപ്പോൾ എന്തുണ്ടായി? അവർക്ക് കിടിലൻ ഫോണുകൾ അവിശ്വസനീയമായ വിലയ്ക്ക് വിൽക്കാൻ പറ്റി. അവരുടെ ഒരു പ്രധാന തന്ത്രമായിരുന്നു ഈ ഫ്ലാഷ് സെയിൽ. സംഭവം സിമ്പിളാണ്. ഒരു പ്രത്യേക ദിവസം ഒരു പ്രത്യേക സമയത്ത് വളരെ കുറച്ച് ഫോണുകൾ മാത്രം ഓൺലൈനിൽ വിൽപ്പനയ്ക്ക് വയ്ക്കും. സെക്കൻഡുകൾക്കുള്ളിൽ അത് വിറ്റുതീരും. ഇത് 2 കാര്യങ്ങൾ ചെയ്തു. 1, ഭയങ്കരമായൊരു ഹൈപ്പുണ്ടാക്കി. 2, സ്റ്റോക്ക് കെട്ടിക്കിടക്കുന്ന പ്രശ്നമേ ഇല്ല. ആളുകളെക്കൊണ്ട് വാങ്ങിപ്പിക്കുക എന്നതിലുപരി ഫോണിനു വേണ്ടി ആളുകളെ കാത്തിരിപ്പിക്കുന്ന ഒരു തരം ഹംഗ്രി മാർക്കറ്റിംഗ് ആയിരുന്നു അത്. ഇനി ഈ കണക്ക് നോക്കൂ. അപ്പൊ ശരിക്കും മനസ്സിലാകും അവരുടെ ഗെയിം പ്ലാൻ. 2013 ആപ്പിളിന്റെ ഓപ്പറേറ്റിംഗ് മാർജിൻ, അതായത് ലാഭം, ഏകദേശം 29%. സാംസങ്ങിന്റേത് 19%. ഷവോമിയുടേത് എത്രയായിരുന്നു എന്നറിയാമോ? വെറും 1.8%. അതായത് ഫോൺ വിട്ടിട്ട് അവർക്ക് കാര്യമായ ലാഭമൊന്നും കിട്ടിയിരുന്നില്ല. അവരുടെ യഥാർത്ഥ ലക്ഷ്യം വേറെയായിരുന്നു. ശരിക്കും വേറെ ലെവൽ ചിന്ത അല്ലേ? അപ്പോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഷവോമിക്ക് ഫോണെന്നത് വെറും ഒരു ഉപകരണം മാത്രമായിരുന്നില്ല. വില കുറച്ച് ഹാർഡ്വെയർ വിൽക്കുന്നത് അവരുടെ കളിയുടെ അവസാനമായിരുന്നില്ല. അതൊരു തുടക്കം മാത്രമായിരുന്നു. യഥാർത്ഥ ഉൽപ്പന്നം സോഫ്റ്റ്വെയർ ആയിരുന്നു.
സാധാരണ കമ്പനികൾ ഫോൺ വിൽക്കുമ്പോൾ അതിൽ നിന്നാണ് ലാഭമെടുക്കുന്നത്. ഹാർഡ്വെയറാണ് അവരുടെ മെയിൻ പ്രോഡക്റ്റ്. എന്നാൽ ഷോമിയുടെ മോഡൽ നേരെ തിരിച്ചായിരുന്നു. ഫോൺ എന്നത് അവരുടെ ലോകത്തേക്ക് കടക്കാനുള്ളൊരു താക്കോൽ മാത്രമാണ്. ആ താക്കോൽ ഉപയോഗിച്ച് അകത്ത് കയറുന്ന ഉപഭോക്താക്കൾക്ക് അവർ സോഫ്റ്റ്വെയർ, ആപ്പുകൾ, ആക്സസറികൾ, മറ്റു സ്മാർട്ട് ഡിവൈസുകൾ ഒക്കെ വിൽക്കും. യഥാർത്ഥ ലാഭം വരുന്നത് അവിടെ നിന്നാണ്. അവരുടെ ഈ സോഫ്റ്റ്വെയർ ഫോക്കസ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ അതിശയിക്കും. ഷാവ്മി അവരുടെ ആദ്യത്തെ ഫോൺ ഇറക്കുന്നതിന് മുമ്പേ 2010-ൽ MUI എന്ന കസ്റ്റം ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയിരുന്നു. അപ്പത്തന്നെ അവരുടെ പ്ലാൻ വ്യക്തമായിരുന്നു. പിന്നീട് 2017-ൽ സ്മാർട്ട് ഹോം ഡിവൈസുകൾക്കു വേണ്ടി വേല OS കൊണ്ടുവന്നു. ഏറ്റവും ഒടുവിൽ 2023-ൽ ഹൈപ്പർ OSഉം. ഫോൺ, കാർ, വീട്ടിലെ ഉപകരണങ്ങൾ എല്ലാത്തിനെയും ഒന്നിച്ചു നിർത്തുന്ന ഒരു വലിയ ഇക്കോസിസ്റ്റം. അതാണ് അവരുടെ സ്വപ്നം. അവരുടെ ആ ഇക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. മീ ടോക്ക് എന്ന മെസ്സേജിംഗ് ആപ്പ്, മീ ക്ലൗഡ് സ്റ്റോറേജ്, റൂട്ടറുകൾ, സ്മാർട്ട് ടിവികൾ, ഫിറ്റ്നസ് ബാൻഡുകൾ, എയർ പ്യൂരിഫയറുകൾ, ഇപ്പോൾ ഇലക്ട്രിക് കാറുകൾ വരെ. ഈ കാണുന്ന ഓരോന്നിൽ നിന്നുമാണ് ഷൗമി പണമുണ്ടാക്കുന്നത്, അല്ലാതെ ഫോണിൽ നിന്നല്ല. അതാണ് അവരുടെ ഫോണിന്റെ വില കുറയാനുള്ള പ്രധാന കാരണം. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. ചൈനയിൽ ഈ മോഡൽ ഒരു വൻ വിജയമായിരുന്നു. എന്നാൽ ചൈനയുടെ അതിർത്തി കടന്ന് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമൊക്കെ വളരാൻ ശ്രമിച്ചപ്പോൾ ഷവോമിക്ക് പുതിയ ചില തലവേദനകൾ നേരിടേണ്ടി വന്നു. എന്തൊക്കെയായിരുന്നു ആ വെല്ലുവിളികൾ? 1. പേറ്റന്റുകളുടെ കുറവ്. ആപ്പിളിനെയും സാംസങ്ങിനെയും പോലുള്ള കമ്പനികൾക്ക് ആയിരക്കണക്കിന് പേറ്റന്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിയമക്കുരുക്കുകൾ ഒരു വലിയ പ്രശ്നമായിരുന്നു. 2. ബ്രാൻഡ് ഇമേജ്. പല പാശ്ചാത്യ രാജ്യങ്ങളിലും ഷൗമിക്ക് വിലകുറഞ്ഞ ചൈനീസ് കോപ്പി അല്ലെങ്കിൽ പാവപ്പെട്ടവന്റെ ആപ്പിൾ എന്നൊരു ഇമേജ് ഉണ്ടായിരുന്നു. അത് മാറ്റിയെടുക്കാൻ അവർ പാടുപെട്ടു. പിന്നെ അവരുടെ ഓൺലൈൻ മാത്രം എന്ന തന്ത്രം എല്ലായിടത്തും വിജയിച്ചില്ല. കാരണം പലയിടത്തും ആളുകൾക്ക് കടയിൽ പോയി ഫോൺ തൊട്ടുനോക്കി വാങ്ങുന്ന ശീലമുണ്ടായിരുന്നു. അവിടെ ആപ്പിളിനും സാംസങ്ങിനും വലിയ റീറ്റെയിൽ നെറ്റ്വർക്കും ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു അവർ നേരിട്ട പ്രധാന പ്രശ്നങ്ങൾ. അപ്പോ അവസാനം നമ്മൾ ഈ ഒരു ചോദ്യത്തിലാണ് എത്തുന്നത്. ഷോമിയുടെ ഈ ബിസിനസ് മോഡൽ, അതായത് ഹാർഡ്വെയർ വില കുറച്ച് വിറ്റ് സർവീസിലൂടെ ലാഭമുണ്ടാക്കുന്ന ഈ രീതി, ഇത് മറ്റുള്ളവർക്കും പകർത്താൻ പറ്റുന്ന ഒരു പുതിയ വിജയതന്ത്രമാണോ? അതോ ചൈന എന്നൊരു പ്രത്യേക മാർക്കറ്റിൽ ഒരു പ്രത്യേക സമയത്ത് മാത്രം വിജയിച്ചൊരു ഒറ്റപ്പെട്ട പ്രതിഭാസമാണോ ഇത്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും വിലപ്പെട്ടതാണ്.